ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ മൾട്ടിമീഡിയ ഓഫ് സയൻസ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിക്ഷനിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ദ ബോഡി ഓൺ ഇൻക്ലൈൻഡ് സർഫസ്. സോ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് അവിടെ പോയി ഒന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് വരിക. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബോഡി ഓൺ ഇൻക്ലൈൻഡ് സർഫസ്. ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെരിഞ്ഞ ഒരു നോക്കൂ, ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ചെരിഞ്ഞ ഒരു സർഫസിൽ ഒരു ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് നമ്മുടെ ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ആ ആംഗിളിനെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കാം എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ വിച്ച് മേക്ക് ബൈ ദിസ് inclined plane with the horizontal when the body just begins to slide. ആ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള ഇൻക്ലൈൻഡ് പ്ലെയിനുമായി ഹൊറിസോണ്ടൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ. ഹൊറിസോണ്ടലുമായി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിലെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇതിലെ ഡെറിവേഷൻ പോലെ നമ്മൾ ഒരു ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ വന്നെത്തുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് വന്നെത്താൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ അറിയേണ്ടതുണ്ട്. ഈ ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, ഓക്കെ, ഏതൊക്കെയാണ് ഈ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ? ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് mg എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, mg അല്ലേ? സോ വെയിറ്റിനെ mg എന്ന് പറഞ്ഞ് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഫോഴ്സുകളെയും നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് നമ്മൾ വെയിറ്റ് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ ഫോഴ്സ് നമ്മൾ അതിൻ്റെ നോർമൽ റിയാക്ഷൻ മാർക്ക് ചെയ്യാണ്. നോക്ക്, ആ ഒരു ബോഡിക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരിക? നോർമൽ റിയാക്ഷൻ വരിക. സോ നമ്മൾ നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ n എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ വെയിറ്റ് mg എന്ന് പറയുന്ന വെയിറ്റ്, നോർമൽ റിയാക്ഷൻ, രണ്ട് ഫോഴ്സുകളായി. ഇനി മൂന്നാമതൊരു ഫോഴ്സും കൂടിയുണ്ട്. ഈ ഒരു ബോഡി എന്ത് ചെയ്യാണ്? താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ അതിനെന്തുണ്ടാവും? ഫ്രിക്ഷൻ. നമ്മളതല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കാവും? ഇതിപ്പോൾ ഇങ്ങോട്ടേക്കാണ് സ്ലൈഡ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. നമുക്ക് fs എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. fs മാക്സ് എന്നാണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ? മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെയിറ്റ് mg എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കല്ലേ ഉള്ളത്, അതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. നമ്മൾ എനിക്ക് തോന്നുന്നു +1 തുടങ്ങിയിട്ട് നമ്മൾ കുറേ വീഡിയോയിലായി ഈ സംഭവം തന്നെ ഡിസ്കസ് ചെയ്യുന്നു. റിസോൾവ് ചെയ്യുന്നത്, അതായത് ആംഗിൾ വെച്ചിട്ട് രണ്ട് കമ്പോണൻസ് ആയി എങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റിന് ഓപ്പോസിറ്റായിട്ടും ഈ ഒരു കമ്പോണൻറ്റിന്, അതായത് നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് ഈ mgയെ എഴുതാം. എങ്ങനെയാണ് നോക്കാം. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷന് ഇതിൽ നോക്ക്, ഈ ഒരു കമ്പോണൻറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയാണ് തീറ്റ വരാനുള്ള ചാൻസ് നോക്കി നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ എടുക്കുന്ന സമയത്ത് നോക്ക്, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു ട്രയാങ്കിളിൽ ഇതെന്താണ്? 90 ഡിഗ്രി. സോ ഇതെന്താണ്? ഇത് തീറ്റയും ഇത് 90 ആണെങ്കിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം എത്ര വരണം? 180 വരണം. സോ ഇത് 90 ആയി, ദെൻ തീറ്റ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. 90 മൈനസ് തീറ്റ. സോ 90 മൈനസ് തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് ഇതെങ്കിൽ, സോ ദിസ് ഈസ് 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്? 90 ആണ്. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പം ഞാൻ എല്ലാം കൂടി പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ വരച്ച് കാണിച്ചു തരാം.
അതായത് നമ്മൾ പറഞ്ഞു തീറ്റ എന്ന് പറയുന്ന ആംഗിള് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിള് ഇതെന്താണ്? 90 ഡിഗ്രി അല്ലേ, പെർപെൻഡിക്കുലർ അല്ലേ. സോ നോക്ക്, ഇത് 90 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ് 180 ആണ് വരുന്നത്. സോ തീറ്റ പ്ലസ് 90 പ്ലസ് എക്സ് ഈക്വൽ ടു 180. ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളാണ് ഇത്. സോ എക്സ് എന്ന് പറയുന്ന എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. സോ ഇതിൽ എക്സ് എത്രയായിരിക്കും വരിക? 180. ഈ 90 പ്ലസ് തീറ്റേനെ അപ്പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സിന് മാത്രമായിട്ട് കിട്ടില്ലേ. സോ 90 പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ -90. തീറ്റ പോസിറ്റീവ് പ്ലസ് തീറ്റയാണിത്. സോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് തീറ്റ. സോ 180 മൈനസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 90 ആണ്. 90 മൈനസ് തീറ്റ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് തീറ്റ. എന്താ എക്സ്? ഈ ആംഗിളാണ് എക്സ്. ആ ആംഗിളാണ് ദേ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്ക്, ദേ ഈ ആംഗിള് ഇതാണ് 90 മൈനസ് തീറ്റ. ഇനി നോക്ക്, ഇതപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? ഇത് 90 മൈനസ് തീറ്റയാന്ന് കിട്ടി അല്ലേ. ഇനി നോക്ക്, ഇത് ഈ 90 മൈനസ് തീറ്റ ഇങ്ങോട്ടേക്കുള്ള ഈ ഫോഴ്സിൽ ഇങ്ങനെ വരുന്നു അല്ലേ. ഈ ഒരു ഫിഗർ തന്നെയാണ് ഞാൻ അതേ ഡയറക്ഷനിൽ അതേ രീതിയിൽ തന്നെ വരച്ചത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്രയാണ് നോക്ക്, ഈ ഒരു ആംഗിൾ എന്താണ്? ദേ വീണ്ടും പെർപെൻഡിക്കുലർ അല്ലേ. സോ ഇത് മൊത്തം 90 അല്ലേ. മൊത്തം എത്രയാണ്? 90 ആണ്. ഇത് എത്രയാണ്? 90 മൈനസ് തീറ്റയാന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ ബാക്കി വരുന്ന ആംഗിൾ എത്രയായിരിക്കും? എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ അല്ലേ. മൊത്തമുള്ള 90യിൽ നിന്ന് ഈ ഒരു ആംഗിൾ 90 മൈനസ് തീറ്റ മൈനസ് ചെയ്താൽ കിട്ടുന്നതല്ലേ നമ്മുടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. എത്രയായിരിക്കും? 90 മൈനസ് 90. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 90 മൈനസ് 90 മൈനസും എന്താവും? പ്ലസ് ആവും. ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ലേ. സോ ഈക്വൽ ടു എന്ത് വരും? തീറ്റ. 90 മൈനസ് 90 0 പ്ലസ് തീറ്റ ഈക്വൽ ടു തീറ്റ. സോ ഈ ആംഗിൾ എത്രയെന്ന് കിട്ടി? തീറ്റയാന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതുവരെ കിട്ടിയ സംഭവങ്ങൾ നമുക്കൊന്ന് മാറ്റി വരച്ച് നോക്കാം. എന്തായിരുന്നു? ഇതാ നമ്മുടെ ട്രയാങ്കിൾ. ഇതേ ട്രയാങ്കിളിനെയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. സോ ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, ഇവിടെയാണ് നമ്മുടെ ആ ബോഡി ഇരിക്കുന്നത്. ഇനി ഇതിലെല്ലാ ഫോഴ്സുകളെയും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, ഫ്രിക്ഷൻ സൈഡിലേക്ക്, ദെൻ താഴേക്ക് mg ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. mg രണ്ട് കമ്പോണൻറ്റുകൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി തീറ്റ എന്ന് പറയുന്ന ആംഗിള് ഇതാണ് എന്ന് മനസ്സിലായി. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. തീറ്റ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഒരു ആംഗിളാണ് നമ്മൾ തീറ്റ. ക്ലിയർ ആയി വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കിയാൽ കേട്ടോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. സോ തീറ്റ നമ്മൾ ഓൾറെഡി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീറ്റ ഹൊറിസോണ്ടൽ അല്ലേ. ഈ തീറ്റ അടുത്ത് എടുക്കുന്ന കമ്പോണൻ്റാണ് എന്ത് വരിക? mg കോസ് തീറ്റ വരിക. സോ mg കോസ് തീറ്റ, അതായത് തീറ്റയോട് അടുത്തുള്ളത് ഏതാണോ നോക്ക്, ഇത് അഡ്ജസൻ്റ് ആയി കിടക്കുന്ന സൈഡ് ഇതല്ലേ. സോ അതുകൊണ്ട് ഇതായിരിക്കും mg കോസ് തീറ്റ. അതേപോലെ അഡ്ജസൻ്റ് അല്ലാതെ വേറെ കിടക്കുന്ന സൈഡിൽ അതാണ് mg സൈൻ തീറ്റ. അതൊരു ട്രിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രിഗ്നോമെട്രി വെച്ച് നോക്കിയാലും മതി. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അത് വെച്ച് നോക്കിയാലും മതി. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയാലും മതി. ഷോർട്ട് ട്രിക്കാണ്. അതായത് അഡ്ജസൻ്റ് ആയിട്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണോ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള, അഡ്ജസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തിട്ടുള്ളത് ഏതാണോ അതാണ് mg കോസ് തീറ്റ. അതെല്ലാം അതർ ദാൻ ദാറ്റ്, അതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ അതാണ് mg സൈൻ തീറ്റ. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കാൻ പോകണം. എൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് 0 വരുന്ന കണ്ടീഷൻ. അതായത് ഇപ്പോൾ ഇതിൽ ഈ ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം എന്ത് വരും? ഈക്വലായി വരും. ഈക്വലായി വന്നാലല്ലേ റിസൾട്ടൻറ്റ് 0 ആവുള്ളൂ അല്ലേ. ഇപ്പോൾ ഇതൊരു പോയിൻ്റ്, ഇങ്ങോട്ടേക്കും ഉള്ളത്, അതായത് ഇപ്പോൾ എ, ഇത് ബി. ഈ എനോട് ഡി ഈക്വൽ ആയാലാണ് നമ്മൾ റിസൾട്ടൻ്റ് അവിടെ 0 ആണെന്ന് പറയാം. ഓക്കെ. സോ അതുകൊണ്ട് റിസൾട്ടൻ്റ് 0 ആവുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്കാം, നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം. ഞാൻ അവിടെ സ്പേസ് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വീണ്ടും മാറ്റിയത്.
അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, ഫിഗർ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ റിയാക്ഷൻ എൻ ആക്ട് ചെയ്യുന്നു, വെയിറ്റ് എം ജി ആക്ട് ചെയ്യുന്നു, തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ഇത് ഇവിടെ വരുന്നു. സോ നമ്മൾ ഈ കമ്പോണൻറ്റ് എന്ത് എഴുതി, ഈ കമ്പോണൻറ്റ് നമ്മൾ എം ജി കോസ് തീറ്റ എന്നും ഇതിന് നമ്മൾ എം ജി സൈൻ തീറ്റ എന്ന് എഴുതി. എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇങ്ങോട്ടേക്ക് വരുന്ന ഫോഴ്സിന് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിൽ എഴുതുക എന്താണ്, ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് എന്ത് വരണം, 0 വരണം. അതായത് എൻ അപ്വേർഡ് അല്ലേ, സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡൗൺവേർഡ് വരുന്നത് ഏതാണ്, എം ജി കോസ് തീറ്റ. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം, എൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ എന്ന് എഴുതാം. എൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. അടുത്ത ഇക്വേഷൻ എന്തായിരിക്കും, റൈറ്റിലേക്കുള്ളത് ലെഫ്റ്റിലേക്കുള്ളത് രണ്ടും ഈക്വലായി വന്നാലാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുള്ളൂ, റിസൾട്ടൻ്റ് 0 വരുള്ളൂ. സോ എഫ് എസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോഴ്സ് സ്റ്റാറ്റിക്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ആൻഡ് അതേ കേസിൽ നമ്മളൊരു ഇക്വേഷൻ എഫ് എസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ ആണ്. മ്യൂ ഇൻറ്റു എൻ, അതായത് ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റിനെ കൊടുത്തു. സോ ഇതാണ് എന്ത്, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ നമുക്ക് ഈ എഫ് എസ് ഈക്വൽ ടു മ്യൂ എൻ അല്ലേ, അത് നമുക്ക് ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എഫ് എസിന് നമുക്ക് മ്യൂ എൻ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ എൻ ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. എന്താ ചെയ്തത്, ഒന്നും ചെയ്തില്ല. നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു, ഈ എഫ് എസിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉണ്ടായുള്ളൂ. സോ അതിന് നമുക്ക് തേർഡ് ഇക്വേഷൻ കൊടുക്കാം. ഇനി ഈ തേർഡ് ഇക്വേഷനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഓക്കെ, ഈ തേർഡ് ഇക്വേഷനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കി നോക്ക്. മ്യൂ എൻ ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ, നമ്മുടെ തേർഡ് ഇക്വേഷൻ, ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എന്നും എന്നും ക്യാൻസൽ ചെയ്യും, എം ജിയും ക്യാൻസൽ ചെയ്യും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്, ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ. നമ്മുടെ ഇക്വേഷനാണിത്. ഓക്കെ, സോ ഇത് അതായത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ടാൻ ഓഫ് ദിസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ആ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻ വാല്യൂ എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. മനസ്സിലായോ? സോ ഇതാണ് നമുക്ക് ഈ ഒരു ബോഡി ഓൺ ഇൻക്ലൈൻഡ് സർഫസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. അതായത് ബോഡി ഓഫ് ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഫിഗർ വരച്ചു, അതിലുള്ള എല്ലാ ഫോഴ്സുകളെയും നമ്മൾ അടയാളപ്പെടുത്തി, ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, എഴുതി. എൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ, എഫ് എസ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ അത് പ്രൊപ്പോർഷണൽ ടു എൻ ആകുമ്പോൾ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. അതാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്ത് ടാൻ തീറ്റ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരാം, റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ, നോക്ക്, ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ ഇങ്ങനെ റോള് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. വെൻ വൺ ബോഡി റോൾസ് ഓവർ ദി അതർ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ആക്ട് ബിറ്റ്വീൻ ദി സർഫസ് ഓഫ് കോണ്ടാക്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു റോളിംഗ് ഫ്രിക്ഷനൊക്കെ വരിക ആരുടെ കേസിലാണ്, വീലിൻ്റെ കേസിലൊക്കെയാണ് അല്ലേ. വീലിൻ്റെ കേസിൽ ചക്രം,
വാഹനത്തിൻ്റെ ചക്രത്തിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് വരിക, റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഒരു സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ എന്ത് സംഭവിക്കുകയാണ്, ഒരു ബോഡി വേറൊരു സംഭവത്തിൻ്റെ മുകളിൽ, വേറൊരു ബോഡിയുടെ മുകളിൽ ഈ ഗ്രൗണ്ടിൽ ഈ വീല് റോൾ ചെയ്യുന്നത് പോലെ. ഓക്കെ, ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? സോ നമുക്ക് ഈ റോളിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വേറൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സോ ഈ 3 ഫ്രിക്ഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിലേറ്റവും ചെറിയ വാല്യൂ വരുന്നത് റോളിംഗ് ഫ്രിക്ഷനാണ്. ഓക്കെ, സോ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സ്റ്റാറ്റിക് ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ വരുന്ന റോളിംഗ് ഫ്രിക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, മെത്തേഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ ഡിസ്കസ് ചെയ്തു, അതേപോലെ ബോഡി ഓൺ ഇൻക്ലൈൻഡ് സർഫസ്